ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ടിനെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർക്കാർ വിജ്ഞാപനമിറക്കി. കോട്ടയം ഡെപ്യൂട്ടി കളക്ടർക്കാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ്. ചന്തു, സർക്കാർ വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ. KP ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകുകയും അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട നടപടിക്രമങ്ങൾ, അതിന്റെ ചുമതലകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ സർക്കാർ വിജ്ഞാപനമായി പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റർ ചുമതല നൽകിയിരിക്കുന്നത് കോട്ടയം ഡെപ്യൂട്ടി കളക്ടർക്കാണ്. കൂടാതെ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള പരാതികളോ മറ്റ് ആക്ഷേപങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്പെഷ്യൽ തഹസിൽദാർ, കോട്ടയം സ്പെഷ്യൽ തഹസിൽദാർക്ക് മുൻപ് ഈ വിജ്ഞാപനം ഇറങ്ങി ഇന്നു മുതൽ 15 ദിവസത്തിനകം പരാതികൾ ഈ സ്പെഷ്യൽ തഹസിൽദാർക്ക് അപേക്ഷകളായി നൽകിയാൽ അത് സർക്കാർ പരിഗണിക്കും. 15 ദിവസത്തിന് ശേഷം നൽകുന്ന അപേക്ഷകൾ പരിഗണിക്കേണ്ട എന്ന ഒരു നിർദ്ദേശമാണ് ഈ വിജ്ഞാപനത്തിൽ കൂടി നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഭൂമി ഏറ്റെടുക്കുന്നത് കാഞ്ഞിരപ്പള്ളി താലൂക്കും എരുമേലി സൗത്ത് വില്ലേജുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പട്ടികയും സർക്കാർ ഇപ്പോൾ ഈ വിജ്ഞാപനത്തിനോടൊപ്പം പുറത്തുവിട്ടിട്ടുണ്ട്. കൂടാതെ സാമൂഹ്യ ആഘാത പഠനത്തിന്റെ റിപ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ട് വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി സർക്കാർ വിജ്ഞാപനത്തിൽ പറയുന്നു. അപ്പോൾ ഈ സാമൂഹ്യാഘാത പഠനവുമായി ബന്ധപ്പെട്ടും ഈ പട്ടികയുമായി ബന്ധപ്പെട്ടും ഭൂമി നഷ്ടപ്പെടുക, അതിന്റെ വിലയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അത് 15 ദിവസത്തിനകം ഈ സ്പെഷ്യൽ തഹസിൽദാർക്ക് മുൻപ് അപേക്ഷ നൽകിയാൽ അത് ആ തരത്തിൽ പരിഗണിക്കും. അതിനു വേണ്ടിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ ചുമതല ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർക്ക് നൽകിയിരിക്കുന്നത് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ചന്തുവാണ് വിശദാംശങ്ങൾ നൽകിയത്.